Hello everyone, welcome to Sri Narayana Guru Open University BA English first semester class History of Britain Block 4 Unit 4 Overseas Trade. Okay, so Merchant of Venice William Shakespeare ഒരു വർക്കാണ്. ഇത് എഴുതിയിരിക്കുന്നത് 1596നും അതുപോലെ തന്നെ 99നും ഇടയിലാണെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ഒരു മെർച്ചന്റ് ഓഫ് വെനീസ് എന്നുള്ള ഒരു സ്റ്റോറിയിൽ വന്നിട്ട് യൂറോപ്പില് 16th സെഞ്ചുറിയിൽ യഹൂദന്മാരോടുള്ള ഒരു അവജ്ഞതയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ ഒരു കൈൻഡ് ഓഫ് ഇഗ്നറൻസും ഒക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു യഹൂദന്റെ കാരുണ്യം ഇല്ലാത്ത പ്രതികാരത്തിന്റെ ഒരു കഥ കൂടിയാണ് ഈ മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്നത്. അപ്പം യൂറോപ്പില് യഹൂദന്മാർ എന്ത് ചെയ്തിരുന്നു, അങ്ങേയറ്റം അവഗണനയ്ക്കും അപമാനത്തിനും ഇരയായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റലിയിലെ വെനീസിൽ വന്നിട്ട് സമ്പന്നനും ഉദാരമതിയുമായിട്ടുള്ള അന്റോണിയോ എന്ന് പറയുന്ന ഒരു മെർച്ചന്റ് ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് കുറെ സമ്പത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ബൊസാനിയോ, അദ്ദേഹത്തിന്റെ പിന്നെ രണ്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗ്രാസിയാനോ അതുപോലെ ലൊറൻസോ, ഇവരുമായിട്ട് അന്റോണിയോയുടെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ഈ ബൊസാനിയോ എന്ന് പറയുന്നത് ഒരു നോബിൾ ഫാമിലിയിലെ മെമ്പർ ആണ്. ഈ ബൊസാനിയോയുടെ അച്ഛന് ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛന്റെ മരണശേഷം ഒന്നും ബൊസാനിയോക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ അന്റോണിയോ വന്നിട്ട് ഈ അന്റോണിയോയുടെ കപ്പലുകളുടെ കാലാവധി ഒക്കെ തീരാൻ പോവാണ്. അപ്പം അത് ഓർത്തിട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ബൊസാനിയോ വരുന്നതും അന്റോണിയോയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ബൊസാനിയോ അന്റോണിയോയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് കാശ് കടം ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാല് ബെൽമോണ്ടില് പോർഷ്യ എന്ന് പറയുന്ന ഒരു ഭയങ്കര നോബിൾ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾ കാണാനായിരുന്നു. പോർഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ബൊസാനിയോയുടെ ലവറാണ്. അപ്പം അദ്ദേഹത്തിന്റെ ലവറെ കാണാന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കാശ് കടം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്റോണിയോക്ക് ഈ എന്താ പറയാ കടം, അതായത് ഈ ഷിപ്പിന്റെ ഇതൊക്കെ കാലാവധി തീരാനാവാന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു കടം താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ അന്റോണിയോ പ്രതീക്ഷിക്കുന്ന ഷിപ്മെന്റുകളുടെ ഒരു സുരക്ഷയ്ക്കായിട്ടുള്ള പണം കടം വാങ്ങാന് ബൊസാനിയോയെ അന്റോണിയോ അയക്കുന്നുണ്ട്. ഷൈലോക്സ് എന്ന് പറഞ്ഞിട്ട് ഈ യഹൂദന്മാര് കടം കൊടുക്കുന്ന ആളുകളായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം ഈ ഷൈലോക്സിന്റെ അടുത്ത് പോയിട്ട് കടം ചോദിക്കാൻ ബൊസാനിയോനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്ലേയുടെ സമ്മറി എന്താന്ന് വെച്ചാല് അന്റോണിയോ വന്നിട്ട് ഒരു ആന്റി സെമറ്റിക്, അതായത് സെമറ്റിക് വിരുദ്ധകാരിയാണ്. അപ്പം ഈ അന്റോണിയോ ഈ ബൊസാനിയോയെ എന്ത് ചെയ്യാണ്, കോർട്ടിൽ എത്തിക്കാൻ ജൂതനായിട്ടുള്ള ഷൈലോക്സ് എന്ന് പറഞ്ഞാല് ഈ കടം കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ഷൈലോക്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, കടം വാങ്ങാണ്. അങ്ങനെ അന്റോണിയോക്ക് കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും ഒരു ദയയില്ലാതെ ഷൈലോക്ക് എന്ത് ചെയ്യാണ് അന്റോണിയോട് ആവശ്യപ്പെടുന്നത്, അന്റോണിയോയുടെ ശരീരത്തില് 1 പൗണ്ട് മാംസമാണ് ആവശ്യപ്പെടുന്നത്. അന്റോണിയോയുടെ സുഹൃത്തിന്റെ വൈഫ്, അതായത് നമ്മുടെ ബൊസാനിയോയുടെ ഭാര്യയായിട്ട് ആര് വരുന്നുണ്ട്, പോർഷ്യ വരുന്നുണ്ട്. ഈ പോർഷ്യ എന്ത് ചെയ്യാണ്, ഒരു ലോയറിന്റെ വേഷം കിട്ടിയിട്ട് കോർട്ടിലേക്ക് വരികയും അവിടുന്ന് അന്റോണിയോയെ രക്ഷപ്പെടുത്തുവാണ് ഈ ഒരു പ്ലേയുടെ സമ്മറി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ കാണിക്കുന്നത് ഒരു ഓവർസീ ട്രേഡ് എന്താണ് അന്നത്തെ കാലത്ത് ഈ 16th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു ട്രേഡിന്റെ എന്താ പറയാ ഒരു ഓവർസീ ട്രേഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു കൂടിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ അപ്പം ഈ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് ഓവർസീ ട്രേഡിനെ കുറിച്ചും മെർച്ചന്റ്സിനെ കുറിച്ചും യൂറോപ്പിന്റെ ട്രേഡ് റിലേഷനെ കുറിച്ചിട്ടൊക്കെയാണ്. ദ യൂണിറ്റ് വിൽ ഫോക്കസ് on Britain's overseas trade, mercantilism 16th to 19th century, and establishment of British trading companies globally. Moving on to the topic, overseas trades. The pre-colonial European economy's growth was driven by overseas trade. അപ്പം ഈ യൂറോപ്പിലെ പ്രീ കൊളോണിയൽ എക്കോണമി എന്ന് പറയുന്നത് അത് കൂടുതൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓവർസീ ട്രേഡിങ്ങിലൂടെയാണ്. ഓക്കെ, ഇംഗ്ലണ്ട് മെയിൻലി എക്സ്പോർട്ടഡ് പ്രോഡക്ട്സ് ലൈക്ക് വൂൾ, ടിൻ ആൻഡ് ലെഡ്. അപ്പം ഈ ഇംഗ്ലണ്ട് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്തിരുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വൂള്, ടിൻ, അതുപോലെ ലെഡ്, ഇങ്ങനെ മെറ്റൽ ഐറ്റംസും അതുപോലെ തന്നെ ക്ലോത്തിങ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. By the 1450s, cloth exports reached 50%, and by the 1550s it was over 8%. അപ്പൊ ഈ തുടക്കത്തില് 1450s എന്തായിരുന്നു, ക്ലോത്ത് എക്സ്പോർട്ട് 50% റീച്ച് ചെയ്യുകയും അതുപോലെ തന്നെ 1550s ആയി കഴിഞ്ഞപ്പോൾ അതെന്തായി 85% അതിന്റെ പ്രോഫിറ്റ് എത്തി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. English merchants expanded to distinct markets with royal support during the Tudor period. Henry VII believed overseas trade increased his power. ഹെൻറി സെവൻത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓവർസീ ട്രേഡ് അദ്ദേഹത്തിന്റെ പവർ തന്നെ ഇൻക്രീസ് ചെയ്യുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആസ് ഇറ്റ് മെയ്ഡ് ഇംഗ്ലണ്ട് വെൽത്തിയർ, allowing him to expand his own power. അപ്പം ഈ ഒരു ഓവർസീ ട്രേഡ്
പിന്നെ നമ്മുടെ ഹെൻറി സെവൻത്തിനെ പവർ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ യൂറോപ്പിന്റെ വെൽത്തും ഇൻക്രീസ് ചെയ്യുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. In 1486, Henry VII made a treaty with France that allowed free trade between the two countries. അപ്പം ഈ 1486 ഹെൻറി സെവൻത്ത് എന്ത് ചെയ്യാണ്, ഒരു ട്രീറ്റി ഫ്രാൻസുമായിട്ടൊരു ട്രീറ്റി ഉണ്ടാക്കുകയാണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഫ്രീ ട്രേഡ്, അതായത് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഒരു ഫ്രീ ട്രേഡ് ഉണ്ടാക്കാനുള്ള ഒരു ട്രീറ്റി എന്ത് ചെയ്യാണ് നമ്മുടെ ഹെൻറി സെവൻത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ് ഗോൾ വാസ് ടു ബെനിഫിറ്റ് ഇംഗ്ലണ്ട് ഫൈനാൻഷ്യലി. അപ്പം ഈ ഒരു ഹെൻറിയുടെ ഇതിന് പിന്നിലുള്ള ഒരു എയിം അല്ലെങ്കിൽ ഒരു ഗോൾ എന്തായിരുന്നു വെച്ചാൽ ഇംഗ്ലണ്ടിനെ ഫൈനാൻഷ്യലി എന്താക്കുക, കുറച്ചും കൂടെ ഇംഗ്ലണ്ടിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് ഒന്നും കൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഹെൻറിയുടെ ഇതിന് പിന്നിലുള്ള എയിം എന്ന് പറയുന്നത്. ദിസ് ട്രീറ്റി ലാസ്റ്റഡ് until the early 16th century. അപ്പം early 16th century വരെ ഈ ട്രീറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിലനിന്നിട്ടുണ്ടായിരുന്നു. Afterward, Elizabethan explorers went to on long journey to discover new lands. അപ്പം പിന്നീട് എലിസബത്തൻ എക്സ്പ്ലോറേഴ്സ് എന്ത് ചെയ്യാണ്, പുതിയ ലാൻഡ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ലോങ് ഡിസ്റ്റൻസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. The competition for overseas markets began in 1494 when Spain and Portugal divided the New World. അപ്പം പിന്നീട് എന്താവാണ് 1494 വന്നിട്ട് സ്പെയിനും അതുപോലെ തന്നെ പോർച്ചുഗലും ഈ രണ്ട് വേൾഡും എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്തിട്ട് പുതിയൊരു ന്യൂ വേൾഡ് തന്നെ ഉണ്ടാവുകയാണ്. ഇതോടെയാണ് എന്ത് ചെയ്യുന്നത്, വിദേശ വിപണികൾക്കായിട്ടുള്ളൊരു മത്സരം ആരംഭിച്ചത് തന്നെ ഇതോട് കൂടിയിട്ടാണ്. ആൻഡ് ലേറ്റർ Vasco da Gama found a sea route from Europe to India via the Cape of Good Hope in South Africa. Okay, അപ്പം പിന്നീട് എന്താവാണ്, സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് നമ്മുടെ വാസ്കോ ഡ ഗാമ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. One of the early English explorers who became notable was Martin Frobisher. Okay, by the end of 17th century, with a growing economy, exports in England and Wales reached about 5% of the national income. Imports consisted most of raw materials and food, whereas export consists of manufactured goods only. അപ്പം ഇമ്പോർട്ടിൽ വരുന്നത് റോ മെറ്റീരിയൽസും ഫുഡ് ഐറ്റംസും ഒക്കെയാണ്, പക്ഷേ എക്സ്പോർട്ടിൽ വന്നിട്ട് മാനുഫാക്ചർ ഗുഡ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഈസ് നാവിഗേഷൻ ആക്ട്. ഓക്കെ, നാവിഗേഷൻ ആക്ട്സ് were created to control trade for Britain. അപ്പൊ ഈ നാവിഗേഷൻ ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ബ്രിട്ടന്റെ ട്രേഡിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു കൺട്രോൾ, ബ്രിട്ടന്റെ ട്രേഡിൽ ഒരു കൺട്രോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ നാവിഗേഷൻ ആക്ട് എന്ന് പറയുന്നത്. later include their growing colonies. In the 17th century, Parliament introduced more navigation acts and controlled them through admiralty courts focusing on trade-related laws. Okay, Navigation Act has two goals. അപ്പം ഈ നാവിഗേഷൻ ആക്ടിന് രണ്ട് ഗോൾസ് ആണുള്ളത്. One is safeguard British ships from Dutch and other foreign drivers, and second is give British traders exclusively control over colonial goods trade. Under these acts, British colonies in Asia, Africa, and America could import and export goods only in English vessels, and 3/4 of each crew was to be English. Okay, ഈ ആക്ട് പ്രകാരം ആഫ്രിക്കയും ഏഷ്യയും അമേരിക്ക ഇവിടുത്തെ ബ്രിട്ടീഷ് കോളനി എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും കഴിയൂ എന്നുള്ളൊരു ഇത് കൊണ്ടുവരാണ്. അതും കൂടാതെ ഓരോ ക്രൂവിൽ നിന്ന് 3/4, അതായത് 3 ഭാഗവും ഇംഗ്ലീഷ് ആയിരിക്കണം എന്നുള്ളൊരു റൂൾ, ആ ഒരു ആക്ട് ഇവർ കൊണ്ടുവരികയാണ്. ദ നാവിഗേഷൻ ആക്ട് established a legal monopoly for English ships in trading between colonial ports and between those ports and England. Foreign ships were banned from colonial ports, allowing trade only at British Isles ports. This made England's navigation system more profitable for England than its colonies. അപ്പം ഈ നാവിഗേഷൻ ആക്ട് എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷ് ഷിപ്സ് തമ്മിലുള്ള ഒരു ട്രേഡിംഗ് ഒരു ലീഗൽ മൊണോപ്പൊളി എസ്റ്റാബ്ലിഷ് ചെയ്തു. കൊളോണിയൽ പോർട്സ്, തുറമുഖങ്ങളൊക്കെ എന്ത് ചെയ്തു, തുറമുഖത്തിനും അതുപോലെ തന്നെ ഇംഗ്ലീഷിനും ഇടയിൽ ഒരു ഫോറിൻ ഷിപ്പ് കൊളോണിയൽ പോർട്ട് തുറമുഖം എന്ത് ചെയ്യാണ്, നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഐൽസ് പോർട്സ് മാത്രം ട്രേഡ് അനുവദിച്ചു കൊടുക്കുകയും ഇത് ഇംഗ്ലണ്ട് നാവിഗേഷൻ സിസ്റ്റത്തെ തന്നെ അതിന്റെ കോളനിയേക്കാൾ ഇംഗ്ലണ്ടിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് ഗ്രോത്ത് ഓഫ് മെർക്കന്റിലിസം. ഓക്കെ, Mercantilism, 17th and 18th century economic idea, aimed to boost a country's wealth by increasing exports and reducing imports. Okay, അപ്പം ഈ മെർക്കന്റിലിസം എന്ന് പറയുന്നത് 17th 18th സെഞ്ചുറിയിൽ ഒരു എക്കണോമിക് ഐഡിയ ആണ്. ഇതിന്റെ ഒരു എയിം എന്തായിരുന്നു ചോദിച്ചാൽ കൺട്രിയുടെ വെൽത്ത് ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ, എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടും ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ടും ഈ കൺട്രിയുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാന്നുള്ള ഒരു
എയിം ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ഇംപീരിയലിസം, കൊളോണിയലിസം, ടാരിഫ്സ് ആൻഡ് സബ്സിഡീസ് ഓൺ ട്രേഡഡ് ഗുഡ്സ് ടു അച്ചീവ് ദാറ്റ് ഗോൾ. ഇറ്റ് ഹെൽപ്ഡ് ബ്രിട്ടൻ ടു ഇൻക്രീസ് ഇറ്റ്സ് നാഷണൽ വെൽത്ത് ത്രൂ എക്സ്പോർട്സ് ബിറ്റ്വീൻ ദ 16th and 18th century. അപ്പം ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് എന്ത് ചെയ്തു, അത് ഇമ്പീരിയലിസം അല്ലെങ്കിൽ കൊളോണിയലിസം, ഈ ടാരിഫ്സ് ആൻഡ് സബ്സിഡീസ് ഓൺ ട്രേഡ് ഗുഡ്സ്, അപ്പം ഈ ഒരു ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 16th 18th സെഞ്ചുറീസിന് ഇടയിൽ എന്താണ് എക്സ്പോർട്ടിങ്ങിലൂടെ നാഷണൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ ഇത് ബ്രിട്ടനെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് ദ ട്രേഡ് ബാലൻസ് മീനിങ് മോർ എക്സ്പോർട്ട് ദാൻ ഇമ്പോർട്ട്. അപ്പം ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രേഡ് ബാലൻസ് എന്ത് ചെയ്യാം, ട്രേഡ് ബാലൻസ് ആണ്. അപ്പം കൂടുതൽ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ഉണ്ടാക്കുക, ഇമ്പോർട്ടിനേക്കാളും കൂടുതൽ എക്സ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദ ഡിസൈൻ പോളിസി ടു ഇൻക്രീസ് ദ നേഷൻസ് വെൽത്ത് ത്രൂ എക്സ്പോർട്സ് thrived in Great Britain between 16th and 18th centuries. English mercantilism's growth has three main parts. The first, called the Bullionist, was from around 1580s to 1620. The second, all traditional, happened from 1620 to about 1700. The last part, liberal, began in 1680s and lasted until the 1750s, overlapping with the previous stage. Okay, moving on. In the past, money was gold and silver, and early mercantilists aimed to increase in the country's wealth by accumulating these metals. They supported by any means with the government to keep gold and silver in country. When the English East India Company expanded trade with Asian colonies, gold export restrictions needed to be relaxed. This led to the English court setting a currency exchanging rate. Okay. അപ്പം ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഗോൾഡ് സിൽവർ ഒക്കെ ആയിരുന്നു ആദ്യകാല മെർച്ചൻസിനെ ഈ മെറ്റൽസ് കളക്ട് ചെയ്യുന്നതിലൂടെയൊക്കെ രാജ്യത്തിന്റെ വെൽത്ത് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യിക്കുക, അതായിരുന്നു അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. പിന്നെ രാജ്യത്ത് ഗോൾഡ് സിൽവർ ഒക്കെ സൂക്ഷിക്കാൻ അവർ എന്ത് ചെയ്തിരുന്നു, ഒരു ഗവൺമെന്റുമായിട്ട് ഏത് മാർഗത്തെയും സപ്പോർട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏഷ്യൻ കോളനീസുമായിട്ട് ട്രേഡ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തപ്പോൾ ഗോൾഡിന്റെ എക്സ്പോർട്ടിന്റെ റെസ്ട്രിക്ഷൻസിൽ എന്ത് ചെയ്തു, ഇവര് കുറച്ചൊക്കെ ഒരു ഫ്രീ, അതായത് കുറച്ചും കൂടെ ഈ ഒരു ഈസി ആക്കി അല്ലെങ്കിൽ ഒരു ഇളവൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിന് ആ ഒരു എക്സ്പോർട്ട് ചെയ്യാൻ ഈ കുറച്ച് ഈ നിയമങ്ങളിലുള്ള ഇളവുകളൊക്കെ ആവശ്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഇംഗ്ലീഷ് കോർട്ട് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് സെറ്റിംഗ്സിലേക്ക് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, the second phase recommended restrictions on imports to the economy. They promoted having more exports than imports, creating a positive trade balance. അപ്പം സെക്കൻഡ് ഫേസിൽ വന്നിട്ട് ഇമ്പോർട്ട്, എക്കോണമിയിലെ ഇമ്പോർട്ടിൽ എന്ത് ചെയ്യാണ്, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാണ്. they promoted having more exports than import. അപ്പൊ ഇവര് ഇമ്പോർട്ടിനേക്കാളും എക്സ്പോർട്ടിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്തു, ഒരു ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ട്രേഡ് ബാലൻസ്, ഇതൊരു ട്രേഡ് ബാലൻസ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഇനി മെർക്കന്റലിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഇനീഷ്യലി മെർക്കന്റലിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ എ ഫേവറബിൾ ട്രേഡ് ബാലൻസ്. They believe the country's strength and wealth depend on having gold and silver, and along with more export than imports. Okay. അപ്പം തുടക്കത്തില് മെർച്ചൻസിന് ഫേവറബിൾ ട്രേഡ് ബാലൻസിൽ ഫോക്കസ് ചെയ്തു. ഒരു രാജ്യത്തിന്റെ സ്ട്രെങ്ത്തും വെൽത്തും അതൊക്കെ എന്ന് പറയുന്നത് ഇമ്പോർട്ടിനേക്കാൾ കൂടുതൽ എക്സ്പോർട്ടിനൊപ്പം ഗോൾഡും സിൽവറും ഉള്ളതിനെ ഡിപ്പെൻഡഡ് ആയിരിക്കും എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ടു കീപ്പ് എ പോസിറ്റീവ് ട്രേഡ് ബാലൻസ്, മെർക്കന്റലിസ്റ്റ് സപ്പോർട്ട് റെഗുലേറ്റിംഗ് ട്രേഡ്. അപ്പം ഈ ഒരു പിന്നെ ട്രേഡ് ബാലൻസ് പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെർക്കന്റലിസ്റ്റ് എന്ത് ചെയ്യാണ്, ട്രേഡ് റെഗുലേറ്റിംഗ് അതിനെ സപ്പോർട്ട് ചെയ്യണം. റെഗുലേറ്റിംഗ് ട്രേഡ് റെഗുലേറ്റ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യണം. They wanted to limit imports by adding high taxes and banning foreign products. അപ്പം ഇവർക്ക് എന്ത് വേണ്ടിയിരുന്നു, ഇവർ ആഗ്രഹിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാല് ടു ലിമിറ്റ് ഇമ്പോർട്ട് എല്ലാം ഒരു ലിമിറ്റ്, അതിന്റെ ഇമ്പോർട്ടിനെ ലിമിറ്റ് ചെയ്യുക, ടാക്സസ് ആഡ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടിനെ ലിമിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫോറിൻ പ്രോഡക്ട്സ് ഒക്കെ ബാൻ ചെയ്യുക എന്നുള്ളതാണ്. മെർക്കന്റലിസ്റ്റ് thought that land and work were the only things needed to create goods and services. Next is effects of mercantilism. Mercantilismത്തിന്റെ effects ആണ് ഇനി പറയാൻ പോകുന്നത്. In the 1600s, the trade between Britain, its colonies and other countries grew. അപ്പോൾ ഈ 1600 ആയപ്പോഴത്തേക്കും
ഈ ബ്രിട്ടന്റെയും അതുപോലെ തന്നെ അതിന്റെ കോളനികളുടെയും ഇടയിലുള്ള ട്രേഡ് എന്താണ് ഒന്നും കൂടെ വളരാണ് ചെയ്യുന്നത്. ദിസ് ലെഡ് ടു ഇംഗ്ലണ്ട്സ് ഡെവലപ്മെന്റ് ഇൻ ദ സ്ലേവ് ട്രേഡ് ഇൻ പ്ലേസസ് ലൈക്ക് അമേരിക്ക. അപ്പം ഓക്കെ, ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് വാന്റഡ് മോർ ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പം ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടിയിരുന്നത് കൂടുതലും ഗോൾഡും സിൽവറും ആയിരുന്നു. ദ എയിംഡ് ഫോർ മോർ ട്രേഡ് പ്രോഫിറ്റ്സ്. കോളനീസ് ഡിഡ്ന്റ് ഹാവ് enough gold or silver left, so they used paper currency. Poor management of this paper currency caused prices to go up too high sometimes. അപ്പം കൂടുതൽ ട്രേഡ് പ്രോഫിറ്റ്സ് ആയിരുന്നു അവരുടെ എയിം എന്ന് പറയുന്നത്. അപ്പൊ കോളനികളിൽ ആവശ്യത്തിന് ഗോൾഡും സിൽവറിനൊന്നും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, പേപ്പർ കറൻസി യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ പേപ്പർ കറൻസിയുടെ മോശം മാനേജ്മെന്റ്, അതായത് പേപ്പർ കറൻസി കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഇവര് കുറച്ചും കൂടെ മോശമാവാണ്. അപ്പം ചിലപ്പോഴൊക്കെ എന്ത് ചെയ്തു, ഇത് ഇവരുടെ ഈ മാനേജ്മെന്റ്, ഈ ഒരു പോ മാനേജ്മെന്റ് കാരണം എന്താണ് പ്രൈസ്, വിലകളിലൊക്കെ ഇൻക്രീസ്, അതായത് വിലക്കയറ്റത്തിന് കാരണമാവാണ് ചെയ്യുന്നത്. In the 7th and 18th century, England made new rules. They added taxes on things brought from other countries and controlled who could use their waters from shipping. This led to a popular way of doing business called mercantilism. Okay, ഇപ്പോൾ 17th 18th സെഞ്ചുറികളിലൊക്കെ ഇംഗ്ലണ്ട് പുതിയ റൂൾസ് കൊണ്ടുവരാണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പുതിയ റൂൾസ് ഉണ്ടാക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ടാക്സ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഷിപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം, വാട്ടർ എന്ത് ചെയ്യുക, ആർക്കൊക്കെ യൂസ് ചെയ്യണമെന്ന് ഒരു കൺട്രോൾ വെക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മെർക്കന്റിലിസം എന്നൊരു പോപ്പുലർ ബിസിനസ് രീതിയിലേക്ക് ഇത് ലീഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ബ്രിട്ടൻ യൂസ്ഡ് മെർക്കന്റിലിസം ടു സെക്യൂർ ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഇൻ ന്യൂ ടെറിട്ടറീസ്, സെൻഡിങ് റോ മെറ്റീരിയൽസ് ബാക്ക് ഫോർ പ്രോസസിംഗ് ഇൻ ടു ഫിനിഷ് പ്രോഡക്ട്സ്. അപ്പം ഈ ന്യൂ ടെറിട്ടറീസിൽ അതിന്റെ ഇൻട്രസ്റ്റ് സെക്യൂർ ചെയ്യാനായിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്തു, മെർക്കന്റിലിസം യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഫിനിഷ്ഡ് പ്രോഡക്ട്സിലേക്കുള്ള പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസിനെ തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, moving on. British mercantilism flourished during the middle of 7th century at the cost of her colonies. Trading companies. Next we are going to discuss trading companies. In the early 17th century, European countries created trading companies with special rights over big territories worldwide. അപ്പം ഈ വേൾഡ് വൈഡ് ലോകമൊട്ടാകെ എന്ത് ചെയ്യാണ്, വലിയ വലിയ ടെറിട്ടറീസിലൊക്കെ ഒരു സ്പെഷ്യൽ റൈറ്റ് കൊണ്ടുവരാണ്. 17th സെഞ്ചുറിയുടെ തുടക്കത്തിൽ യൂറോപ്യൻ കൺട്രീസ് ട്രേഡിംഗ് കമ്പനീസ് ഉണ്ടാക്കാണ് വിത്ത് സ്പെഷ്യൽ റൈറ്റ് ഓവർ ബിഗ് ടെറിട്ടറീസ് വേൾഡ് വൈഡ്. ദിസ് കമ്പനീസ് വർ മെയിൻലി ഗ്രൂപ്സ് ഓഫ് മെർച്ചന്റ്സ് ടു ഹാൻഡിൽ മേജർ ഇന്റർനാഷണൽ ട്രേഡ്. അപ്പം ഈ കമ്പനീസ് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ മെയിൻ ഗ്രൂപ്പ് ഓഫ് മെർച്ചന്റ്സ് ഉണ്ടായിരിക്കും, അവരുടെയും ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ ഹാൻഡിൽ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. The Dutch fleet success in Asia inspired the creation of two major East India companies. When 4 Dutch ships filled with spices arrived in 1599, England's Parliament granted the East India Company a monopoly on trade with the East Indies on December 31st, 1600. അപ്പം ഏഷ്യയിലെ ഡച്ച് കപ്പലുകളുടെ വിജയം 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ ക്രിയേഷന് ഇൻസ്പിറേഷൻ ആയി എന്നാണ് പറയുന്നത്. അപ്പം 1599 സ്പൈസസ് നിറച്ചുകൊണ്ട് 4 ഡച്ച് കപ്പലുകൾ എന്ത് ചെയ്യാണ് ഇവിടെ എത്തിയപ്പം 1600 ഡിസംബർ 31 എന്താവാണ് ഈസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ട്രേഡ് മൊണോപ്പൊളി ഇംഗ്ലണ്ട് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. The English East India Company. Next we are going to discuss the English East India Company. The English East India Company, often called the East India Company. അപ്പോൾ English East India Company നമ്മൾ East India Company എന്ന് പറയാറുണ്ട്. was a British trading company in London. ലണ്ടനിലുള്ള ഒരു ബ്രിട്ടീഷ് ട്രേഡിംഗ് കമ്പനിയാണ്. It was also casually referred to as John's Company. അപ്പോൾ ഇതിനെ കാഷ്വൽ ആയിട്ട് ജോൺ കമ്പനി എന്നും പറയാറുണ്ടെന്നാണ് പറയുന്നത്. 1601, the first voyage in India was led by Sir James Lancaster for the company. The company's first factory was set up in Bandar, Indonesia. Later, a trade point in Surat was established in 1608. അപ്പം ഈ 1601 ഇന്ത്യയിലേക്ക് ആര് വരികയാണ്, സർ ജെയിംസ് ലാങ്കാസ്റ്റർ എന്ന് പറയുന്ന ഒരു വോയേജർ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് വരികയാണ് ഇന്ത്യയിലേക്ക്. പിന്നീട് ഈ കമ്പനിയുടെ ഫസ്റ്റ് ഫാക്ടറി വന്നിട്ട് ഇന്തോനേഷ്യയിലെ ബാൻഡാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫാക്ടറി പിന്നീട് സെറ്റപ്പ് ചെയ്യുന്നത്, ഫസ്റ്റ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് പിന്നീട് ലേറ്റർ ട്രേഡ് പോയിന്റ് ഇൻ സൂറത്തിൽ ഒരു ട്രേഡ് പോയിന്റും 1608 ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദ കമ്പനി ഓഫൻ fought with other European traders like Portuguese and Dutch in India as they had already set up trade centers here. Okay.
The English East India Company run by London businessmen lasted over to 50 years. Okay, അപ്പോൾ the English East India Company ഇത് നടത്തിക്കൊണ്ട് വന്നിരുന്നത് ഒരു ലണ്ടൻ ബിസിനസ്മാൻ ആയിരുന്നു. ഇത് 250 years വരെ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവരുടെ ഈ ഒരു എന്താ പറയാ ഇത്രയും ഒരു വലിയ 250 years വരെ ഈ ഒരു കമ്പനി നീണ്ടു നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രോങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് മാനേജ്മെന്റ് സിസ്റ്റം തന്നെയാണ് ഇതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കമ്പനി ഓഫ് മെർച്ചന്റ്സ് ട്രേഡിംഗ് ടു ആഫ്രിക്ക. ഓക്കെ, an act for extending and improving the trade to Africa in 1750, the company of merchants trading to Africa was established. It was non-profit regulated company to facilitate Britain's African trade. ഓക്കെ, ആഫ്രിക്കയിലേക്ക് ട്രേഡ് എക്സ്റ്റെൻഡ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഉള്ള ഒരു ആക്ട് ആയിരുന്നു ഇതെന്ന് പറഞ്ഞാൽ 1750 ആഫ്രിക്കയിലേക്കുള്ള കമ്പനി ഓഫ് മെർച്ചന്റ്സ് ട്രേഡിംഗ് എന്ത് ചെയ്യാണ്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, സ്ഥാപിക്കപ്പെടുകയാണ്. ബ്രിട്ടന്റെ ആഫ്രിക്കൻ ട്രേഡ് ഫെസിലിറ്റേറ്റ് അല്ലെങ്കിൽ അതൊന്നും കൂടെ ഈസി ആക്കാൻ, ഒന്നും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള റെഗുലേറ്റഡ് കമ്പനി ആയിരുന്നു ഇതെന്ന് പറഞ്ഞാൽ. The main purpose of the company was to protect free trade and avoid competition between the company and private merchants. അപ്പം ഈ കമ്പനിയുടെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ഫ്രീ ട്രേഡ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ ഈ വേറെ കമ്പനിയും അതുപോലെ തന്നെ പ്രൈവറ്റ് മെർച്ചന്റ്സും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാന്നുള്ളതുമായിരുന്നു. Moving on, although the company was independent of the state. അപ്പം ഈ കമ്പനി പിന്നീട് എന്ത് ചെയ്യാണ്, ഈ സ്റ്റേറ്റുമായിട്ട് ഇൻഡിപെൻഡന്റ് ആവാണ്. The Board of Trade oversaw complaints leveled at the CMTA when they occurred and even launched several investigation. അപ്പം ഈ CMTA കംപ്ലൈൻസ് ട്രേഡ് ബോർഡ് എന്ത് ചെയ്യാണ്, നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യാണ്. Next is King George Sound Company. Okay, in 1785, a company named King George Sound Company was created to trade with northwest coast of North America. It's also called Richard Caedmon H. and Company because he was the main person who invested in it. Okay, അപ്പോൾ 1785 ഈ നോർത്ത് വെസ്റ്റ് കോസ്റ്റ്, നോർത്ത് അമേരിക്കയുടെ നോർത്ത് വെസ്റ്റ് കോസ്റ്റുമായിട്ട് ട്രേഡ് നടത്താൻ കിങ് ജോർജ് സൗണ്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യാണ്. റിച്ചാർഡ് കേഡ്മൺ എച്ച് എന്ന അല്ലെങ്കിൽ എച്ച് ആൻഡ് കമ്പനി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത മെയിൻ പേഴ്സൺ എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ്. ഓക്കെ, റിച്ചാർഡ് എച്ച് ആൻഡ് ഹിസ് ടീം ഗോട്ട് പെർമിഷൻ ഫ്രം two big companies in South Sea Company and East India Company for their international work. In 1789, King George Sound Company joined with John Mayer's company. However, their ships were taken by the Spanish Navy. When a treaty was finally made between Spain and Britain, the company couldn't get money for their losses from Spain. അപ്പം ഈ റിച്ചാർഡ് എച്ചസിനും ടീമിനും എന്ത് ചെയ്യാണ്, ഇവരുടെ ഇന്റർനാഷണൽ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ ഈ സൗത്ത് സീ കമ്പനിയും എന്ത് ചെയ്യാണ്, ഇവർക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. 1789 കിങ് ജോർജ് സൗണ്ട് കമ്പനി എന്ത് ചെയ്യാണ്, ജോർജ് മീറസിന്റെ കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്തു. അവരുടെ ഷിപ്സ് എന്ത് ചെയ്യാണ്, ഈ സ്പാനിഷ് നേവി പിടിച്ചെടുത്തു. പിന്നെ സ്പെയിനും ബ്രിട്ടനും ഒരു ട്രീറ്റി ഉണ്ടാക്കിയപ്പോൾ ഈ കമ്പനിക്ക് സ്പെയിൻ നേവി അവരുടെ ഷിപ്സ് എല്ലാം പിടിച്ചെടുത്തു എന്നാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഒരു അത്രയും പൈസയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഈസ് എൻഡ് ഓഫ് മെർക്കന്റിലിസം. When the idea of free trade came along, it challenged the old way of trading called mercantilism, which had many restrictions. അപ്പം ഈ എന്താ പറയാ ഫ്രീ ട്രേഡ് എന്ത് ചെയ്യാണ്, ഈ ഫ്രീ ട്രേഡ് എന്നുള്ള ഐഡിയ വന്നു. അതോടെ എന്താണ്, ഈ ചാലഞ്ച് ദ ഓൾഡ് വേ ഓഫ് ട്രേഡിംഗ്. ഇത് ഓൾഡ് വേ ഓഫ് ട്രേഡിങ്ങിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഫ്രീ ട്രേഡ് എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. ആൻഡ് കോൾഡ് അതിന് പിന്നീട് എന്ത് ചെയ്യാണ്, മെർക്കന്റിലിസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻ ബ്രിട്ടൻ the old way of trading called mercantilism faded as the parliament got the power to give special rights to a few people. Rich people in parliament like these special rights, but it was hard for them to use them because making decisions together was expensive. So Britain started to accept free trade and an idea called laissez-faire, which is about letting things happen without too much control. അപ്പം ബ്രിട്ടനിൽ പാർലമെന്റിന് കുറച്ച് ആളുകളുണ്ട്. അപ്പം ഇവർക്ക് എന്ത് ചെയ്യാണ്, സ്പെഷ്യൽ റൈറ്റ് നൽകാനുള്ള അധികാരം ലഭിച്ചതോടെ മെർക്കന്റിലിസം എന്നൊരു ഓൾഡ് വേ ഓഫ് ട്രേഡിംഗ് എന്ത് ചെയ്യാണ്, ഇത് ഫെയ്ഡ് ചെയ്യാണ്, അതിന് ഒരു മങ്ങലേൽക്കുകയാണ് ചെയ്യുന്നത്. പാർലമെന്റിലെ റിച്ച് പീപ്പിൾസിന് ഈ സ്പെഷ്യൽ റൈറ്റ് ലൈക്ഡ് ഇറ്റ്. ഓക്കെ, അവർക്ക് അത് ഇഷ്ടമായിരുന്നു.
എന്ത് ഒരുമിച്ച് തീരുമാനം എടുക്കുന്നതിന് ഇതിന് ഭയങ്കര ചെലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഈ ബ്രിട്ടൻ ഫ്രീ ട്രേഡും ലേസസ് ഫെയർ എന്ന ഐഡിയയും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് കൺട്രോൾ ഇല്ലാതെ കാര്യങ്ങൾ നടക്കാൻ എന്ത് ചെയ്തു, അനുവദിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്.